അവക്ക് തനിയെ തുറന്നു കയറി വരാമല്ലോ. പോയമ്മേ. ഇനിയിപ്പോ താലപ്പൊലി കൂടെ എടുത്ത് സ്വീകരിക്കണം അവളെ. നീ ഇതുവരെ എവിടെ പോയിരിക്കുവായിരുന്നടി? രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോയതാണല്ലോ. അമ്മ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇറങ്ങിയത്. അമ്മ ഇന്ന് നേരത്തെ വന്നോ? പിന്നെ എന്റെ വീട്ടിലെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും അങ്ങനെ പലതും അടയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് വേണ്ടപ്പെട്ടവരെയൊക്കെ കാണാനും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിയുമ്പോഴേക്കും ഇത്തിരി ടൈമായി. ആ സോനെ, മോനെ ഇവിടെ നിർത്തിപ്പോയത് നിനക്ക് ബുദ്ധിമുട്ടായോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ടായിട്ടെത്തി. ഞാനെങ്ങോട്ടെങ്കിലും പോകുമ്പോ ശ്യാമമോളെ ഏട്ടത്തിയല്ലേ നോക്കാറ്. വിച്ചൂട്ടന് ശ്യാമമോള് മുറിയിലിരുന്ന് കളിക്കുക. പിന്നെന്താ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം? ഇവിടത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നാ പോരെ അമ്മേ? ഇവിടെ എന്ത് കാര്യം ആടി കൃത്യമായിട്ട് നടക്കുന്നേ? നിന്റെ ഭർത്താവ് ഒരുത്തൻ ഇവിടെ വന്നിട്ട് 1 മണിക്കൂറായി. അവന്റെ കാര്യം നേരാവണ്ണം നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്തിനാടി അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ കഴിയുന്നത്? ഓ, അതാണോ കാര്യം? സാരമില്ല. പിന്നെ ഭാര്യമാർക്ക് വേണ്ടി ഭർത്താക്കന്മാരും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓഹോ, പിന്നെ ഇന്ദ്രേട്ടൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എന്റെ ഒരു പ്രതീക്ഷ. പിന്നെ എന്തായാലും ഇന്ദ്രേട്ടന്റെ അച്ഛൻ പണ്ട് വീട് വിട്ടു പോയതുപോലെ ഇന്ദ്രേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോവില്ലെന്ന എന്റെ ഒരു വിശ്വാസം. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. കഷ്ടം. അന്വേഷണമൊക്കെ പൂർത്തിയായോ? അതെ, ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലേ പിന്നെ രണ്ടിലൊന്നും അറിഞ്ഞില്ലെങ്കിൽ വലിയ ടെൻഷനാ. എന്നിട്ട് രണ്ടിലൊന്നും അറിഞ്ഞോ? എന്നാ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ആരെ? ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെയോ? അയാളെ കുറിച്ചല്ലേ നീ ഇത്ര നാളെ അന്വേഷിച്ചോണ്ടിരുന്നേ അല്ലേ? അതെ, അവസാന നിമിഷം വരെ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ ആയിരിക്കും അതെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞു വന്ന രാധാമണി എന്ന സ്ത്രീയുടെ കൂടെ അയാൾ പോയി. എൻ്റെ അനു, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന്റെ പുറകെ പോരുതെന്ന്. വെറുതെ സമയം മെനക്കെടുത്താൻ നീ രാവിലെ തന്നെ എന്തിനാ ഉരു കിട്ടാൻ പോയെന്ന് പറഞ്ഞ് അമ്മ എന്റെ നേരെ ചാടിക്കറി. അതെ, അമ്മ എന്നെയും വെറുതെ വിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആവുന്ന ഇന്ദ്രേട്ടനെ വിളിച്ച് പറഞ്ഞതല്ലേ. ഞാനിന്ന് കുഞ്ഞമ്മയെ കണ്ടിരുന്നു. എപ്പോ? എവിടെ വെച്ച്? നീ കുഞ്ഞമ്മയെ കണ്ട് തിരിച്ചു പോകുമ്പോഴാ ഞാൻ അതുവഴി ഓട്ടോയിലെത്തിയത്. കുഞ്ഞമ്മ എന്നോടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ അവർ ഒന്നുകൂടെ പോയി കണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആള് അയാളുടെ ഭാര്യയോടൊപ്പം പോയ കാര്യം നീ അങ്ങ് അറിയിച്ചേക്ക്. ഞാൻ കുഞ്ഞമ്മയെ കണ്ടപ്പോ രാധാമണിയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴത് ഇന്ദ്രേട്ടന്റെ അച്ഛനല്ലെന്ന് കുഞ്ഞമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ വേറൊരു അവകാശി അയാളെ കൂട്ടിക്കൊണ്ടു പോയത്? കുഞ്ഞമ്മ പറഞ്ഞത് 2 സാധ്യതകളാണ്. ഒന്നുകിൽ സത്യം പുറത്തു വരാതിരിക്കാൻ ആരോ കളിച്ചൊരു ഡ്രാമ, അതല്ലെങ്കിൽ ശേഖരൻ എന്ന് പറയുന്ന ആൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യയും മക്കളെയും കൂടാതെ വേറൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു. അതാണ് രാധാമണി. അതിനാണ് കൂടുതൽ സാധ്യത. പണ്ടേ അയാൾ അങ്ങനെയായിരുന്നെന്ന് അമ്മ പറയാറുണ്ട്. എന്തായാലും അങ്ങനെ ഒരുത്തി അയാളെ വിളിച്ചിട്ട് പോകാൻ വന്നല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. ആരുടെ ഭാഗ്യം? അയാളുടെയോ അതേ വീട്ടുകാരുടെയോ?
എല്ലാവരുടെയും. ഹ. ആരുമില്ലാതെ അലഞ്ഞു തിരേണ്ടി വന്നപ്പോഴല്ലേ അയാൾ ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പോൾ ഒരാളെ ഏറ്റെടുത്ത സ്ഥിതിക്ക് അയാൾ അവിടെ ഒതുങ്ങി ജീവിച്ചോളും. ഇങ്ങോട്ട് കയറി വരില്ലല്ലോ.